Welcome back to Learnino. So, KEAM 2024 ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങും, ഓപ്ഷൻസ് കൊടുത്തു തുടങ്ങാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അലോട്ട്മെന്റ്സും സ്റ്റാർട്ട് ചെയ്യും. സോ അലോട്ട്മെന്റുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഈ ഓപ്ഷൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച് കോളേജും കോഴ്സും ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് എന്നുള്ള രീതിയിൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കൊടുക്കുന്ന ഓപ്ഷൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് അലോട്ട്മെന്റിൽ കോളേജ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 20 കോളേജ് ആൻഡ് കോഴ്സ് ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ 20 നമ്മൾ 15ാമത് കൊടുത്ത കോളേജ് ആൻഡ് കോഴ്സ് ആണ് നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യണം, ഫീസ് അടച്ച് നമ്മൾ അവിടെ പോയിട്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. അതോടുകൂടി 16, 17, 18, 19, 20 ആ ഓപ്ഷൻസ് ക്യാൻസൽ ആവും. അതായത് അതിന്റെ താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ക്യാൻസൽ ആവും. പിന്നെ 15ന് മുകളിലേക്ക് വരുന്ന ഹയർ ഓപ്ഷൻസ് മാത്രമായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്കുള്ള, അതായത് ഹയർ ഓപ്ഷൻസിൽ ഏതിനെങ്കിലും നമ്മൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അത് വേണ്ട, നമുക്ക് ഇപ്പൊ കിട്ടിയതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതേപോലെ തന്നെ ആ ഓപ്ഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പക്ഷേ പുതിയതായിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ നമ്മൾക്ക് ഒരു കോളേജ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി, ഇനി അത് വേണ്ട, മറ്റേതെങ്കിലും ഓപ്ഷൻസ് അല്ലെങ്കിൽ കോളേജും കോഴ്സും വേണം, പക്ഷെ അത് നമ്മൾ ഇതിന്റെ താഴെയായിരുന്നു കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടുകയില്ല. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിത്ത് ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്കത് ഒന്നും കൂടെ അത് ക്ലിയർ ആവും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ വെച്ച് ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഇന്ന കോഴ്സ് വേണം അല്ലെങ്കിൽ ഇന്ന കോളേജ് വേണം എന്നുള്ളതൊക്കെ ഏകദേശം ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടാവും. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കുക വേണ്ട. അപ്പോൾ ഇത് ഒരു ലിസ്റ്റ് നമ്മൾ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ച് തന്നെ കാണിച്ചു തരാം. ഓക്കെ, സി ഹിയർ, ഇവിടെ ഞാൻ 3 ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ ലിസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ കോളേജിന്റെ കോഡും കോഴ്സിന്റെ കോഡും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടി വി എന്ന് പറയുന്നത് CET ട്രിവാൻഡ്രം, TCR എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, TKM കോളേജ് കൊല്ലം, NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്. ഇനി ECE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, CSE എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഞാൻ 4 കോളേജും 3 ഓപ്ഷൻസും വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഇതിൽ ഈ ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ കോളേജിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ആണ്. അതായത് ഇപ്പം ചില കുട്ടികൾക്ക് ഉണ്ടാവും, എനിക്കിപ്പം EC ആണെങ്കിലും CSE ആണെങ്കിലും ട്രിപ്പിൾ ആണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോ സിവിൽ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇന്ന കോളേജിൽ തന്നെ ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഫസ്റ്റത്തെ ലിസ്റ്റ് പ്രിഫർ ചെയ്യാം. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഒരേ കോളേജ് തന്നെ ഞാൻ TVEയിൽ ECE ആദ്യം കൊടുത്തു, TVEയിൽ CSE പിന്നെ കൊടുത്തു, TVEയിൽ ട്രിപ്പിൾ കൊടുത്തു. അതായത് എനിക്ക് CETയിൽ തന്നെ പഠിക്കണം, അത് EC ആയാലും കുഴപ്പമില്ല, CSE ആയാലും കുഴപ്പമില്ല, ട്രിപ്പിൾ ആയാലും കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. അടുത്തത് ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോ എനിക്ക് CETയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എന്റെ ഓപ്ഷൻ എനിക്ക് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വേണം. സോ അഗൈൻ എന്ത് ചെയ്തു, TCRൽ തന്നെ ഞാൻ ECE കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. ഇനി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്തത് വേണ്ടത് TKMലാണ്. അവിടെയും എനിക്ക് EC ആയാലും കുഴപ്പമില്ല, CSE ആയാലും കുഴപ്പമില്ല, ട്രിപ്പിൾ ആയാലും കുഴപ്പമില്ല, TKM കൊടുത്തു. അടുത്ത ഓപ്ഷൻ ഞാൻ NSSൽ കൊടുത്തു. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ ഏത് കോഴ്സ് ആയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഈ ഒന്നാമത്തെ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇനി ഞാൻ പറയാം, നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സപ്പോസ് നമുക്ക് ഈ 8th ഓപ്ഷൻ ആണ് നമുക്ക് കിട്ടിയത്, അത് TKMൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയത് എന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് വേണം, അവിടെ ചെന്ന് നമ്മൾ ജോയിൻ ചെയ്യണം, ഫീസ് അടച്ച് നമ്മൾ TKMൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് നമ്മൾ ജോയിൻ ചെയ്യണം.
അതോടുകൂടി പിന്നെ ഈ ഓപ്ഷൻസ്, അതായത് 9, 10, 11, 12 പിന്നെ നമുക്ക് ഒരിക്കലും അവിടെ അഡ്മിഷൻ കിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് സാധ്യതയുള്ളത് 1 മുതൽ 7 വരെയുള്ള ഏതെങ്കിലും നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ അടുത്ത അലോട്ട്മെന്റിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഒരു പക്ഷേ നമുക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ട്രിപ്പിൾ ആണ് കിട്ടിയത് എന്ന് വിചാരിക്കാം സെക്കൻഡ് അലോട്ട്മെന്റിൽ. അപ്പൊ നമുക്ക് തോന്നുകയാണ്, അയ്യോ എനിക്ക് ട്രിപ്പിൾ വേണ്ടായിരുന്നു, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ മതിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ കോളേജിൽ പോയിട്ട് നമ്മൾ ട്രിപ്പിളിക്ക് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വീണ്ടും അടുത്ത അലോട്ട്മെന്റ് നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിൽ എവിടെ കിട്ടുന്നോ അവിടേക്ക് നമ്മൾ നിർബന്ധമായും പോകേണ്ടി വരും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ഓർഡർ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് ചെയ്തിട്ടുള്ള ലിസ്റ്റ്. ഓക്കെ, രണ്ടാമത് ചെയ്തിട്ടുള്ള ലിസ്റ്റ് നോക്കൂ. ഇവിടെ ഞാൻ കോളേജിനേക്കാൾ കൂടുതൽ കോഴ്സിനാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് എനിക്ക് ECE തന്നെ വേണം, അത് ഏത് കോളേജിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് CET-യിൽ ഞാൻ ECE കൊടുത്തു, TCR-ൽ ECE കൊടുത്തു, TKM-ൽ ECE കൊടുത്തു, NSS-ൽ ECE കൊടുത്തു. അതായത് ECE കിട്ടുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ്, ഏത് കോളേജായാലും കുഴപ്പമില്ല. അടുത്തത് ECE കഴിഞ്ഞാൽ പിന്നെ എനിക്ക് CSE ആണ് വേണ്ടത്, കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടത്. എഗെയിൻ ഞാൻ TVയിൽ CSE കൊടുത്തു, TCR-ൽ CSE കൊടുത്തു, TKM-ൽ CSE കൊടുത്തു, NSS-ൽ CSE കൊടുത്തു. ഇനി എനിക്ക് ECEയും ട്രിപ്പിളിയും കിട്ടിയില്ലെങ്കിൽ അടുത്ത എനിക്ക് ഈ ECEയും CSEയും കിട്ടിയില്ലെങ്കിൽ എനിക്ക് അടുത്ത ട്രിപ്പിളി വേണം. എഗെയിൻ ഞാൻ 4 കോളേജിലും ട്രിപ്പിളി കൊടുത്തു. ഇവിടെ നമുക്ക് എന്താണ്? കോഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ സപ്പോസ് ഈ പറഞ്ഞ പോലെ ഒരു 6th ഓപ്ഷൻ ആണ് നമുക്ക് വന്നത്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് 6th ഓപ്ഷൻ ആണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ചേരണം. കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി നമ്മൾ ജോയിൻ ചെയ്യണം. പിന്നെ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്കുള്ള ഏതെങ്കിലും കോഴ്സ് കിട്ടും. പിന്നെ നമ്മൾ ഒരിക്കലും ട്രിപ്പിൾ കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്കത് കൊടുക്കാം. രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലിസ്റ്റ് നോക്കൂ. ഇവിടെ നമുക്ക് കോളേജിനും കോഴ്സിനും ഒരു കോമ്പിനേഷനിൽ നമുക്ക് പ്രിഫറൻസ് ഉണ്ട്. അതായത് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് ആണെങ്കിൽ മാത്രമേ ഞാൻ ജോയിൻ ചെയ്യുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് CET-യിൽ ECE ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതൊരു എനിക്ക് CET-യിൽ ECE അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ട്രിപ്പിളി ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, തൃശ്ശൂര് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് എന്ത് വേണം? ട്രിപ്പിളി ആണ് എനിക്ക് വേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് TKM-ൽ ട്രിപ്പിളി വേണം, അല്ലെങ്കിൽ NSS-ൽ ECE വേണം. അപ്പൊ ഇത് 4 കഴിഞ്ഞിട്ടേ ഞാൻ CSE-ലേക്ക് പോയിട്ടുള്ളൂ. അപ്പൊ CET-യിൽ ECE കഴിഞ്ഞിട്ട് ഞാൻ CET-യിൽ ട്രിപ്പിളി കൊടുത്തില്ല. അതിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് GEC-യിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് ട്രിപ്പിളി ആണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ഒരു കോളേജിന്റെയും കോഴ്സിന്റെയും കോമ്പിനേഷനിലെ പ്രിഫറൻസ് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ 3 രീതിയിലാണ് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക. ഇത് നമ്മുടെ മാത്രം ഇൻട്രസ്റ്റ് ആണ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയാണോ കിട്ടുന്നത് അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതായിരിക്കണം എന്നില്ല. നമ്മുടെ റാങ്കിനനുസരിച്ച്, നമ്മൾ റാങ്ക് താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. നല്ല റാങ്ക് വന്നവർക്ക് എവിടെയാണെങ്കിലും കിട്ടും. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരുന്നത് എവിടെയാണെങ്കിലും അവിടെ ചെന്ന് നമ്മൾ ജോയിൻ ചെയ്യണം. പിന്നീട് നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻസിൽ നിന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ ഓപ്ഷൻസ് ഒന്നും തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഹയർ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആ ലിസ്റ്റിനെ കുറിച്ച് നല്ലപോലെ ആലോചിക്കുക. ഇപ്പൊ അതിനുള്ള സമയമാണ്. അതിനുശേഷം നമുക്ക് റാങ്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൂടെ എടുത്തു വെച്ച് നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കി ഓപ്ഷൻസ് കൊടുക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.